ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് റോഡൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. എൻ്റെ വണ്ടി ഏകദേശം ഈ ലെവലിൽ എത്തിച്ചു കേട്ടോ. ഒരു പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച് ആക്രിക്കാർക്ക് കൊടുക്കുന്ന വരെ പലരും പറഞ്ഞ വണ്ടി കേട്ടോ. അപ്പം ഞാൻ അടിപൊളിയാക്കി കുറേ കണ്ടോ, നല്ല അത്യാവശ്യം അടിപൊളി കണ്ടീഷനാക്കി വണ്ടി. ഇത് എടുത്തിട്ട് ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ചൂണ്ടയിടാൻ വേണ്ടി നമ്മുടെ പാടത്ത് വന്നു കേട്ടോ. ഇവിടെ എല്ലാം നെല്ല് ഞാറ് നട്ടേക്കുക മൊത്തം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പോയി വരാനിൽ പിടിച്ച സ്ഥലങ്ങളാട്ടോ. ഇവിടെ മൊത്തം വെള്ളം, നമ്മുടെ ഇത്രയും വെള്ളത്തിലൊക്കെ മുട്ടറ്റം വെള്ളമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പം വരണ്ടുണങ്ങി. അപ്പം ചെറിയ പരിപാടി എന്താണെന്ന് അറിയാലോ. വീട്ടിൽ ഞാൻ കാണിച്ചത് പുതിയൊരു പോൾ റോഡ് ഇന്ന് വാങ്ങിയെന്ന് പരീക്ഷിക്കണം. പിന്നെ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കയ്യിൽ ബ്രൈഡ് എടുത്തിട്ടുണ്ട്. അപ്പം പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ അറ്റത്താണ് ഞാൻ പോകുന്നത് ചൂണ്ടയിടാൻ കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് നല്ല രീതി. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ട് മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പുറത്തെ സൈഡിലൊക്കെ ചൂണ്ടക്കാരൊക്കെ ഉണ്ട്. സ്കൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. പണിക്കാരെന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഞാറ് നട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ മൊത്തം പണിക്കാരാണ് കേട്ടോ. വള്ളങ്ങളൊക്കെ കിടക്കുന്നത്. അങ്ങനെ സ്പോട്ടിലെത്തി കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഞാൻ ചൂണ്ട ഇട്ടും വെച്ചത്. നമ്മുടെ ചൂണ്ട ഇരിക്കുന്നത് ഇവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീൻ കിട്ടുമില്ലെന്ന് അറിയത്തില്ല. വലിയ വെച്ചിട്ടൊരു 5 മിനിറ്റായി. ഇതേവരെ ഇതിൻ്റെ അനക്കൊന്നുമില്ല കേട്ടോ. നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമില്ലയോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. നേരത്തെ ഇരിപ്പിന് ശേഷം ഒരു കാരി കിട്ടി കേട്ടോ. ഇത് മഞ്ഞ കളറിലെ കാരി. അയ്യോ, ഇവൻ്റെ കുത്തുകൊണ്ടാ തീർന്നു. നല്ല അടിപൊളി മഞ്ഞ കളറിലെ കാരി കണ്ടോ. കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ്. ഇവൻ്റെ കുത്തുകൊണ്ടാ തീർന്നു. അപ്പോൾ ഇവനെ അന്നെടുത്തിന് ബാഗിലിട്ടതിന് ശേഷം ക്യാമറ സെറ്റ് ചെയ്യാൻ. ഞാൻ ക്യാമറ ഇത്രയും നേരം സെറ്റ് ചെയ്യാൻ മീൻ വല്ലതും കിട്ടുമില്ലെന്ന് അറിഞ്ഞിട്ട് വേണം ക്യാമറ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പതുക്കെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് പതുക്കെ തുടങ്ങാം. കണ്ടോ, ആദ്യത്തെ മീനാണ്. ഒടിച്ച് കളയാന്നുള്ള കൊമ്പ് ഒടിച്ച് കളയാൻ പ്ലെയറോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. കൈവച്ച് തന്നെ ഒടിച്ച് കളയണം. പാടാ. ഒരു കൊമ്പില്ലല്ലോ ഇതിന്. ഓൾറെഡി ഇനി ഒരു കൊമ്പേ ഉള്ളൂ കേട്ടോ. ഒരു കൊമ്പ് ഒടിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അങ്ങനെ കുത്തുമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ആ ഒറ്റ കാര്യം കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാണ് കേട്ടോ. ആ ഒരു മീൻ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അനക്കൊന്നുമില്ല. ഞാൻ ക്യാമറ എടുത്ത് വെക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു തോന്നുന്നു. മീനെല്ലാം എൻ്റെ ഇടയ്ക്ക് താറാവ് കയറി വന്ന് മീൻ ഭയങ്കര അനക്കം വന്നപ്പോൾ മീനെല്ലാം ഓടിയെന്ന് തോന്നുന്നു. ഏതായാലും 15 മിനിറ്റ് നോക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോകും. ഗൈസ്, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വലിയ പ്രതീക്ഷയോടെ പോയതാണ്. ഒന്നും കിട്ടുമെന്ന് ഒരു നല്ലൊരു കണ്ടൻറ്റൊക്കെ ഒപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു മീൻ പോലും കിട്ടുന്നില്ല. ഒരു കാര്യമാണ് കിട്ടിയത്. അതിനെ കൊണ്ട് ഞാൻ തിരിച്ചു പോവാം. അതിനെ ഞാൻ അവിടെ ഇരുന്ന വേറെ ഒരു ചൂണ്ടക്കാരൻ്റെ കൊടുത്തതിന് ശേഷം അങ്ങ് പോവാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.